Music Studio. പുതിയ GST പരിഷ്കാരം സംസ്ഥാന ഗവൺമെന്റിനെ വല്ലാതെ ബാധിക്കുമെന്ന് ധനമന്ത്രി ബാലഗോപാൽ അഭിപ്രായപ്പെടുമ്പോൾ അച്ചടി, ദൃശ്യ, റേഡിയോ മാധ്യമങ്ങളിൽ ആഘോഷകാലത്തെ വെല്ലുന്ന പരസ്യങ്ങളുമായി ഇലക്ട്രോണിക്സ്, വീട്ടുപകരണ, വാഹന കച്ചവടക്കാർ. GST വിലക്കുറവെന്ന പ്രഖ്യാപനത്തോടെയാണ് പരസ്യങ്ങൾ നിറയുന്നത്. CPM നേതാവ് ഷൈനിനെതിരായ സൈബർ ആക്രമണക്കേസിൽ VSന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന യൂട്യൂബർ KM ഷാജഹാന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ്. എറണാകുളം റൂറൽ സൈബർ ടീമും പറവൂർ പോലീസും സംയുക്തമായാണ് പരിശോധന. ഷാജഹാന്റെ മൊബൈൽ ഫോൺ സംഘം കസ്റ്റഡിയിലെടുത്തു. കുടിശ്ശിക കിട്ടിയില്ലെങ്കിൽ ആശുപത്രികൾക്ക് നൽകിയ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്ന് വിതരണ ഏജൻസികളുടെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം 30 കോടിയോളം രൂപ കുടിശ്ശികയുണ്ട്. നവരാത്രി വിഗ്രഹങ്ങൾ തലസ്ഥാനത്തെത്തി. ദേശീയപാതയിലൂടെ 3 പകലും 2 രാത്രിയും യാത്ര ചെയ്ത് എത്തിയ വിഗ്രഹ ഘോഷയാത്രയെ തിരുവിതാംകൂറിന്റെ രാജാവിന്റെ പ്രതിപുരുഷനായി ക്ഷേത്രം സ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ സ്വീകരിച്ചു. ഘോഷയാത്രയ്ക്കൊപ്പം കൊണ്ടുവരുന്ന ഉടവാൾ അദ്ദേഹം ഏറ്റുവാങ്ങി. ഇന്ന് നവരാത്രി മണ്ഡപത്തിൽ പൂജവയ്പും പൂർത്തിയായി. ഫാൽക്കെ അവാർഡ് ഇന്ന് മോഹൻലാലിന് രാഷ്ട്രപതി സമ്മാനിക്കും. വൈകിട്ട് 4-ന് വിജ്ഞാൻ ഭവനിലാണ് ചടങ്ങ്. ലാൽ ഇന്നലെ വൈകുന്നേരം ഡൽഹിക്ക് പോയി. മികച്ച സഹനടൻ വിജയരാഘവൻ, സഹനടി ഉർവശി, സംവിധായകൻ ക്രിസ്റ്റോ ടോമി, പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ്, എഡിറ്റർ മിഥുൻ മുരളി, MK രാംദാസ്, സച്ചിൻ സുധാകരൻ, ഹരിഹരൻ മുരളീധരൻ, ഇങ്ങനെ മലയാളി തിളക്കമേറുന്ന പുരസ്കാര സദസ്സാണ് ഡൽഹിയിൽ ഇത്തവണ. നവരാത്രി ഡ്യൂട്ടിക്കായി ഞായറാഴ്ച കളിയിക്കവിള ഡ്യൂട്ടി ചെയ്ത വനിതാ പോലീസുകാർ ഡ്യൂട്ടിക്കിടെ റീൽസ് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു എന്നതിന്മേൽ ബറ്റാലിയൻ കമാൻഡന്റ് അന്വേഷണം ആരംഭിച്ചു. കെട്ടിക്കിടക്കുന്ന കേസുകൾ ചൂണ്ടിക്കാട്ടി ജഡ്ജിമാർക്കും പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാവണമെന്നും പ്രവർത്തനം വിലയിരുത്തണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകരുതെന്നാവശ്യപ്പെട്ട് കേരള ഗവർണർ നൽകിയ ഹർജി പിന്നീട് പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റി. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി നടന്ന ശബരിമല സംരക്ഷണ സംഗമം ജനസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ശബരിമല കർമ്മസമിതിയായിരുന്നു സംഘാടകർ. ഗീത വായിച്ച് ഭക്തരെ പഠിപ്പിക്കുന്ന നിലയിലേക്ക് ഭക്തനല്ലാത്ത മുഖ്യമന്ത്രി എത്തിയത് ദൗർഭാഗ്യകരമാണെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത് തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ K അണ്ണാമല പറഞ്ഞു. തിരുവനന്തപുരത്ത് തമ്പാനൂർ ലോഡ്ജിൽ യുവതിയെ ഷോൾ മുറുക്കി കൊലപ്പെടുത്തിയ പ്രവീൺ എന്ന ചെറുപ്പക്കാരന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപയും അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. വിമാനത്തിന്റെ വീൽ ക്യാബിനിൽ കയറിക്കൂടി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രാവിലെ ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ബാലൻ സുരക്ഷിതനാണെന്ന് അധികൃതർ അറിയിച്ചു. ഇറാനിലേക്ക് പോകാൻ ആഗ്രഹിച്ച 13കാരൻ വിമാനം മാറി ഇന്ത്യയിലാണ് എത്തിയത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച വയനാട് സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗവിമുക്തി നേടി ആശുപത്രി വിട്ടതായുള്ള ആശ്വാസ വാർത്ത വരുന്നു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിയും വരെ കേരളത്തിൽ SIR നീട്ടിവെക്കണമെന്ന് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇലക്ഷൻ കമ്മീഷന് കത്തയച്ചു. ഛത്തീസ്ഗഡിൽ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന 2 മാവോയിസ്റ്റുകളെ വധിച്ചു. 2 വർഷത്തിലേറെയായിട്ടും പണി പൂർത്തിയാക്കാത്ത കഴക്കൂട്ടം കുളത്തൂർ റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഹൈവേ യാത്രക്കാരുൾപ്പെടെ ജനങ്ങളാകെ 2 വർഷമായി യാത്രാ ദുരിതത്തിലാണെന്ന പരാതിയിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതെ അധികൃതർ ഒളിച്ചുകളി തുടരുന്നതിനിടെയാണ് ഈ വാഗ്ദാനം.
പാർട്ടിയിൽ 75 വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പാക്കണമെന്ന് CPI കേരള ഘടകം. പാർട്ടി കോൺഗ്രസ് 2ാം ദിവസമായി ഇന്നും ചണ്ഡീഗഡിൽ തുടരുന്നു. GST നികുതി പരിഷ്കരണം വഴി 36 മരുന്നുകൾക്ക് നികുതി ഇല്ലാതായി. ഇതിൽ ക്യാൻസറിനുള്ള 13 ഇനം മരുന്നുകളും ഉൾപ്പെടുന്നു. അപകീർത്തിപ്പെടുത്തുന്നത് ക്രിമിനൽ കുറ്റമല്ലാതെയാക്കണമെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ദി വയർ ഓൺലൈൻ ന്യൂസ് പോർട്ടലിനെതിരെ JNU പ്രൊഫസർ അമിത സിംഗ് നൽകിയ അപകീർത്തി കേസിലാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. തലസ്ഥാനത്ത് കൊടപ്പനക്കുന്നിൽ ഗുണ്ട ആക്രമണം. മണ്ണന്തല കൊടപ്പനക്കുന്ന് റോഡിന് വശത്ത് ദേവീക്ഷേത്രത്തിന് സമീപത്തുള്ള കട ഉടമയെ രാത്രി 9 മണിക്ക് ആക്രമിച്ച സംഘം 1.5 കിലോമീറ്റർ ദൂരെയുള്ള രാജേഷ് എന്ന ആളിൻ്റെ വീട്ടിലുമെത്തി പടക്കെറിഞ്ഞു. അയാളെ പുറത്ത് കിട്ടാത്തതുകൊണ്ട് വീടിനും സമീപത്തുമുണ്ടായിരുന്ന കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തകർത്തു. പടക്ക നിർമ്മാണത്തിൽ കൈനഷ്ടപ്പെട്ട മണ്ണന്തല സ്വദേശി ശരത്ത്, വിഷ്ണു, ആനന്ദ് എന്നിവരുൾപ്പെടെ 8 ഗുണ്ടകളാണ് ആക്രമണം അഴിച്ചുവിട്ടത്. കട ഉടമസ്ഥനായ വയോധികനും വാളുകൊണ്ട് വെട്ടേറ്റു. മണ്ണന്തല, പെരൂർക്കട പോലീസ് സ്റ്റേഷനുകൾക്ക് നടുവിലായിട്ടാണ് ഈ ആക്രമണം. പ്രതികൾ കഞ്ചാവ് മയക്കുമരുന്ന് ലോബിയിൽപ്പെട്ടവരാണെന്നും പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി മണ്ണന്തല പോലീസ് അറിയിച്ചു. ദുൽഖർ സൽമാന്റെ 2 കാറുകൾ കസ്റ്റംസ് റെയ്ഡിന്റെ ഭാഗമായി പിടിച്ചെടുത്തു. കേരളമാകെ തുടരുന്ന പരിശോധനയിൽ ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കടത്തിയത് കണ്ടെത്തുകയാണ് കസ്റ്റംസിന്റെ ലക്ഷ്യം. മമ്മൂട്ടിയുടെ കാർ ഗ്യാരേജിലും പൃഥ്വിരാജിന്റെ തേവരെയുള്ള വീട്ടിലും അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തി. മറ്റിടങ്ങളിൽ നിന്ന് 11 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിലെത്തിച്ച് മറിച്ചു വിൽക്കുകയായിരുന്നു. കസ്റ്റംസ് തീരുവ വെട്ടിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്നു എന്നതാണ് പരിശോധനയ്ക്ക് കാരണം. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ന് ശ്രീലങ്കയും പാകിസ്ഥാനുമായാണ് മത്സരം. രാത്രി 8 മണിക്ക് അബുദാബി ഷെയ്ഖ് സായിദ് സ്റ്റേഡിയമാണ് വേദി. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.